കൂരിയാട് ഒട്ടും ബുദ്ധിക്കുറവുള്ള ആളല്ല, പക്ഷേ നല്ല കുരുട്ട് ബുദ്ധിയുള്ള ആളുകൂടിയാണ്. അതുകൊണ്ടാണ് വളരെ തന്ത്രപൂർവം നബിദിന പരിപാടിയിൽ EMSന്റെ ഉമ്മയെക്കുറിച്ചും മറ്റു പ്രസ്താവനകളും നടത്തിയിട്ടുള്ളത്. ഈ കേരളത്തിൽ മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം സുന്നികളാണ്, സൂഫി പാരമ്പര്യമുള്ളവരാണ്. ലോകത്ത് സൂഫി പാരമ്പര്യമുള്ള മുസ്ലിങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ടാണ് ഒരു കേന്ദ്ര സർക്കാരിന് ഇടപെട്ട് നടത്താൻ കഴിയാത്ത ഒരു കാര്യം ഭരണാധികാരികളില്ലാത്ത യമനിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിൽ ഇടപെടാൻ സൂഫി വര്യനായ ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് സാധിച്ചത്. ആ സൂഫി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട്, പക്ഷേ എന്നാൽ കൃത്യമായി മുസ്ലിം ലീഗിന്റെ വക്താവായി നിന്നുകൊണ്ട് ഒരാൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ചില ഉദ്ദേശം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് നബിദിനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നബിദിനത്തിൻ്റെ സൗഹാർദ്ദങ്ങളെയും പുതിയ ഇത്തവണത്തെ ഓണവും നബിദിനവും ഒരുമിച്ച് വന്നതൊക്കെ കൂടെ വിശദീകരിച്ചു. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇദ്ദേഹം ഉദ്ദേശിച്ചത് EMSനെ കുറിച്ച് പറഞ്ഞാൽ സഖാക്കള് നബിയെ കുറിച്ച് പറയും. അങ്ങനെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാനാവും. അറിഞ്ഞോ അറിയാതെയോ ചിലരെങ്കിലും ആ ചൂണ്ടയിൽ കുത്തിയിട്ടുണ്ട്. പാർട്ടി നേതാക്കളല്ലോ, അനുഭാവികളായ ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇപ്പോൾ EMSനെ ഇതിലേക്ക് വലിച്ചയച്ചത്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ EMSനെ പ്രസവിച്ച EMSന്റെ മാതാവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങ് തെക്ക് നിന്ന് വടക്കോട്ട് കേരളത്തിലൂടെ കടന്നു പോരുകയാണെങ്കിൽ ഒരു തറവാട്ട് വീട്ടുകാരുടെ പഴയ ഒരു നമ്പൂതിരി കുടുംബത്തിന്റെ ഭൂമിയിൽ ചവിട്ടാതെ ഇങ്ങപ്പുറം പോരാൻ കഴിയില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ച ഏലംകുളം തറവാട്. അങ്ങ് നിലമ്പൂര് മുതൽ ഇങ്ങ് അറബിക്കടൽ വരെ അവരുടെ ഭൂമിയുണ്ടായി. ആ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാൻ വിശദീകരിച്ച് പിന്നീട് പറയാം. ഭൂപരിഷ്കരണ നിയമം അത് ഓഹരി വെക്കാനാണ് തീരുമാനിച്ചത്. അത് മാത്രമല്ല, അങ്ങനെ ഭൂമി കൈവശമാക്കി വെക്കുന്ന ജന്മിത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ഒരുപക്ഷെ മലബാറിലെ ഏറ്റവും വലിയ ഒരു ജന്മിത്തറവാട്ടിൽ ജനിച്ച സഖാബ് EMS ആണ്. അദ്ദേഹം മരിക്കുമ്പോൾ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ 5000 രൂപയായിരുന്നു ബാക്കിയുണ്ടായത്. അത് മകന് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മുസ്ലിം ലോകം ഏറെ ബഹുമാനിക്കുന്ന പ്രവാചകൻ സുബൈ നമസ്കരിക്കാൻ എണീറ്റ് നടന്നു പോകുമ്പോൾ പിറകെ നടന്നവർ കണ്ടിട്ടുള്ള അടയാളം ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ പായയുടെ അടയാളം. നിലത്ത് വിരിച്ച പായയിൽ കിടന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കേരളത്തിലുള്ള ചിലർ, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ആ ചിലരാൽ നയിക്കപ്പെടുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ ഈ വചനം ഉപയോഗിച്ചത്. പ്രവാചകന് കല്യാണം കഴിച്ചത് ആര് എന്നുള്ള തർക്കം, അല്ലെങ്കിൽ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചതോ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതോ ഇന്ന് വരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും
എവിടെയും പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെ തെളിയിക്കാൻ ഈ മാന്യനെ ഞാൻ വെല്ലുവിളിക്കാം.